country actually free education കൊടുക്കുന്നത്? It's a developing country, but technology is developing. They need human resource who are trained in their economy. Our industry, their economy, their industry. Our industry trained ആയിട്ടുള്ള പ്രൊഫഷണൽസിന് അവർക്ക് ആവശ്യമുണ്ട്. സോ അവരുടെ മാർക്കറ്റ് ഡിമാൻഡ്സ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വർക്ക് ഫോഴ്സിനെ ആവശ്യമാണ്. മനസ്സിലായി? അതിപ്പോ അവിടെ ഉള്ളവരെ കൊണ്ട് മാത്രം അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ഡയറക്റ്റ് ഒരു ജോബിലേക്ക്, ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ജോബിലേക്ക് നിങ്ങൾ കൺസിഡർ ചെയ്ത് തോന്നുന്നു? ഇല്ല. എന്തുകൊണ്ടാണ്? അവരുടെ സ്റ്റാൻഡേർഡ്സ്, അവരുടെ ക്വാളിറ്റി മീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും? ഇല്ല. അവരുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് തന്നെ ഭയങ്കര ഹൈ ആണ്. അവിടുത്തെ കുട്ടികൾ ട്രെയിൻ ചെയ്യപ്പെടുന്നതും എല്ലാത്തിനും വളരെ ഡിഫറെന്റ് ആണ്, അല്ലെ? നല്ല ഹൈ ക്വാളിറ്റിയിലാണ്. പക്ഷെ നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഒക്കെ അവരായിട്ട് കമ്പയർ ചെയ്താൽ ഇപ്പോഴും ഒത്തിരി വർഷം പുറകിലാണ്. എന്നാൽ മലയാളികൾ എവിടെ ചെന്നാലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരും മിടുക്കലുമാണ്. അത് സത്യമാണ്. പക്ഷെ നമുക്ക് ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അപ്ഡേറ്റഡ് ടെക്നോളജി നമുക്കില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ ഒരു കുറവ് നികത്താൻ വേണ്ടി അവർക്ക് വർക്ക് ഫോഴ്സിനെ വേണം, മിടുക്കരായിട്ടുള്ള ആൾക്കാരെ വേണം, എന്നാൽ അവരെ ട്രെയിൻ ചെയ്യാൻ വേണം. വെറുതെ ഡയറക്റ്റ് ജോബിനെ വിളിച്ചുകൊണ്ട് നമുക്ക് കാര്യമില്ല, അവരെ ട്രെയിൻ ചെയ്യാൻ വേണം. അപ്പൊ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവർ ഫ്രീ എഡ്യൂക്കേഷനിൽ കൂടെ എൻറ്റയർ വേൾഡിന് കൊടുക്കുന്നത്.